ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആഷിഖ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് റാൻഡം സീഡാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വുഡ് നോക്കാം. അപ്പം ആവശ്യത്തിനുള്ള വുഡ് എടുത്തതിന് ശേഷം നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കണം. ടൂൾസ്, പിക്കാക്സ്, സോഡോ ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അതുണ്ടാക്കുക. അപ്പോൾ ഞാൻ കളിക്കുന്നത് ഫോണിലാണ്, കീബോർഡ് മൗസ് യൂസ് ചെയ്താണ് കളിക്കുന്നത്. അപ്പം ഇത് മോജോ ലോഞ്ചർ യൂസ് ചെയ്ത് ഫോണിലാണ് കളിക്കുന്നത്. വേർഷൻ 21 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് വേർഷനാണ്. ഞാൻ തോന്നുന്നു ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും. അപ്പം നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെപ്പൺസൊക്കെ ഉണ്ടാക്കണം. അതിന് ശേഷം മൈൻ ചെയ്യാൻ പോകണം. മൈൻ ചെയ്തിട്ട് നമുക്ക് അയൺ കിട്ടിയാൽ അയണിലൊക്കെ മാറണം. അതിന് മുന്നേ നമുക്ക് സ്റ്റോണിലൊക്കെ മാറണം. ഇത് ഉണ്ടാക്കണം, സ്റ്റോൺ ഹാമേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ചുകൂടി വുഡ് നമുക്ക് എടുക്കാം. കുറച്ചുകൂടി വുഡിൻ്റെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ചുകൂടി വുഡ് എടുക്കാം. ആവശ്യത്തിനുള്ള വുഡ് കൈ കരുതുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും വുഡിൻ്റെ ഉപകാരം ഉണ്ടാവും. കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പം ആവശ്യത്തിനുള്ള വുഡൊക്കെ എടുത്ത് ഇനി നമുക്ക് ഇതിന് പോകണം, സ്റ്റോൺ എടുക്കാൻ പോകണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഫുഡൊക്കെ വേണം. ഫുഡ് എടുക്കണം, ഷീപ്പിനെ കണ്ടുപിടിക്കണം, കൂടെടുത്ത് ബെഡ് ഉണ്ടാക്കണം. നൈറ്റായാൽ പിന്നെ സോംബീസ് ഫുള്ളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ബെഡ് ഉണ്ടാക്കണം. അപ്പം ഷീപ്പ്, ഫുഡ് എല്ലാം നമുക്ക് വേണം. അപ്പം നമുക്ക് അതിനായിട്ട് ഇറങ്ങണം. അതിന് മുന്നേ വെപ്പൺസ് ഉണ്ടാക്കണം. വെപ്പൺസ് ഉണ്ടാക്കാനുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് കിട്ടിയതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കാം. അപ്പം ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. ആദ്യം തന്നെ നമുക്ക് ആക്സിന് വുഡ് ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പം വുഡ് മാറ്റി ഇതാക്കണം. ഓക്കെ, സെറ്റായി. ഇനി നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പം പിക്കാക്സ് കിട്ടി. അടുത്ത നമുക്ക് ആക്സ്. ഓക്കെ, അത് രണ്ടും സെറ്റായി. ഇനി അത് രണ്ടും കയ്യിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഫുഡ് നോക്കണം. ഫുഡാണ് മെയിൻ. അപ്പോൾ ഫുഡ് നോക്കാൻ വേണ്ടി പോകാം. അപ്പോൾ വീഡിയോ ഇതിൻ്റെ അടുത്ത പാർട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു കവനെ കിട്ടി, അതിനെ കൊന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, പിഗ്. അതായത് നമുക്ക് അവിടെ ഒരു പന്നീനെ കാണാം, അതിനെയും കൊല്ലണം. ഓക്കെ ആവശ്യത്തിനുള്ള ഫുഡ് എടുത്തതിന് ശേഷം നമ്മളത് അവിടെ ഷിപ്പ് കണ്ടു, ഷീപ്പിനെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഷീപ്പിനെയും കൊല്ലാം. ഷീപ്പ് ഹോൾ. ഓക്കെ, ഇത് നല്ലൊരു തുടക്കമാണെന്ന് തോന്നുന്നു. നല്ല ഷീപ്പിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോള് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇത് തന്നെ എടുക്കാം. അപ്പം നമുക്ക് ക്രാഫ്റ്റിംഗ് വിളിച്ച് ബെഡ് ഉണ്ടാക്കാം. ബെഡ് ഉണ്ടാക്കാൻ ഓക്കെ. ആ വുഡിൻ്റെ ആവശ്യമുണ്ടല്ലേ. അപ്പം നമുക്ക് വുഡ് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ബെഡ് ഉണ്ടാക്കി. ഇനി നമുക്ക് മൈൻ ചെയ്യണം. അതിനാദ്യം സ്റ്റോൺ നമ്മളെവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സ്റ്റോൺ എടുത്തിട്ട് സ്റ്റോണിൽ പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്നാലേ കുറച്ചുകൂടി സ്പീഡിൽ മൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. ചിക്കൻ. ഇതെന്താ കുരിശോ? അപ്പം നമുക്ക് നേരെ പോകാം. അവിടെ ഒരു ഇത് കാണുന്നുണ്ട്. നമുക്ക് കോളും ആവശ്യമുണ്ട്. കോള്, ഡയമണ്ടും ഒക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂ സീരീസിൽ എല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സ്റ്റോണാണ് എടുക്കേണ്ടത്. അപ്പോൾ സ്റ്റോൺ എടുക്കാൻ പോവാം. ഓക്കെ, ഇതാ ഇവിടെ കോളുണ്ട്. ആവശ്യത്തിനുള്ള കോളും കാര്യങ്ങളൊക്കെ കൈ കരുതണം. കാരണം ഫുഡ് കുക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യം വരുമല്ലോ. വുഡ് മാത്രം കത്തിച്ചാൽ ശരിയാകത്തില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കോളും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റോണും എടുക്കാം. സ്റ്റോൺ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്റ്റോണും കോളും ഒക്കെ ആവശ്യത്തിനുള്ളതായി. അതെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ബാക്കി ടൂൾസൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഓക്കെ, സ്റ്റോണും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സ്റ്റോൺ പിക്കാക്സും കാര്യങ്ങളൊക്കെ ആക്കണം. അപ്പോൾ ആദ്യം സ്റ്റിക്കില്ല കയ്യിൽ. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക്. ഓക്കെ, അതിന് നമുക്ക് വുഡ് മാറ്റി. ഇനി സ്റ്റിക്ക് എവിടെ? സ്റ്റിക്കിൻ്റെ ഓപ്ഷൻ. ഓക്കെ, സ്റ്റിക്കിൻ്റെ ഓപ്ഷൻ കണ്ടു.
അപ്പോൾ ഓക്കെ 4 സ്റ്റിക്ക് മതിയാവും. 4 8 ഇരുന്നോട്ടെ, ആവശ്യം വരാൻ മതി. അപ്പം അതിന് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇനി വുഡിൻ്റെ നമുക്ക് ആവശ്യമില്ല, അപ്പം വുഡിൻ്റെ നമ്മൾ ത്രോ ചെയ്തു. ഇനി ആക്സും ഉണ്ടാക്കാം. ആക്സും സെറ്റായി. ഇനി ഒരു സ്വേർഡ് കൂടി ഉണ്ടാക്കാം, ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഷവലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സ്റ്റോൺ കൊണ്ടുള്ള ആവശ്യത്തിനുള്ള വെപ്പൺസൊക്കെ കയ്യിലായി. ഇനി അയൺ മൈൻ ചെയ്യണം. അയൺ മൈൻ ചെയ്തിട്ട് അയണിൻ്റെ സ്യൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഇല്ലെങ്കിൽ നൈറ്റ് നമ്മൾ ബുദ്ധിമുട്ടും. അപ്പം നമുക്ക് ഇനി അവിടെ തന്നെ മൈൻ ചെയ്ത സ്ഥലത്ത് തന്നെ ഒന്നുകൂടി നോക്കേണ്ടി വരും. ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ തന്നെ ഒന്നുകൂടി കുഴിച്ച് നോക്കാം, ചിലപ്പം അയൺ കിട്ടിയാലോ. അപ്പം നമ്മളവിടെ നോക്കുകയാണ്. ഇവിടെ കോളുണ്ട്. കോൾ ആവശ്യത്തിന് നമ്മളിലുണ്ട്, എന്നാലും കുറച്ചുകൂടി എടുക്കാം. കോള് ഇത് മതിയാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യത്തിന് കോളുണ്ട്. അപ്പം നമുക്ക് കോളൊക്കെ മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് കോളൊക്കെ ആവശ്യത്തിനായി. അപ്പം ഇനി നമുക്ക് ഇവിടെയൊക്കെ സൈഡൊന്ന് മൈൻ ചെയ്ത് നോക്കാം എന്നിങ്ങനെ ഉണ്ടാകുന്നു. ഓക്കെ, കോപ്പറുണ്ട്. കോപ്പർ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ആർമേഴ്സ് ഉണ്ടാക്കാം, വെപ്പൺസൊക്കെ ഉണ്ടാക്കാം, പക്ഷേ അത്ര പവർ ഉണ്ടാകത്തില്ല. അയണിൻ്റെയും ഗോൾഡിൻ്റെയും ഒന്നും അത്രയും പവർ ഉണ്ടാകത്തില്ല. എന്നാലും നമുക്ക് അയണൊക്കെ കിട്ടുന്നവരെ ഈ ആർമർ യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള കോപ്പർ ഇവിടെ നിന്ന് എടുക്കാം. അപ്പം കോപ്പർ ഇപ്പം സ്യൂട്ട് ഉണ്ടാക്കുന്നില്ല. നമുക്ക് മൈൻ ചെയ്ത് അയൺ കിട്ടുകയാണെങ്കിൽ അത് മതിയല്ലോ. പിന്നെ കോപ്പർ കൊണ്ട് വല്ല ഉപയോഗം വേറെ ഉണ്ട്, അത് ചെയ്യാം. അപ്പം ഏകദേശം നൈറ്റ് ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈഡൊക്കെ മൊത്തത്തിലൊരു ഡാർക്ക് ആവുന്നുണ്ട്. അപ്പം നൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേത്തിലേക്ക് കയറി കടക്കാം. നൈറ്റ് ആവുകയാണ്, നമുക്ക് മേത്തിലേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കയറാം. ഇതിൻ്റെ ടോപ്പ് കിടക്കുന്നതായിരിക്കും സേഫ്. അവിടെ കിടക്കാമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അപ്പം ബെഡ് വെക്കാം. ഓക്കെ, ഫസ്റ്റ് നൈറ്റ് നമ്മളങ്ങനെ സർവൈവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. സോംബി കാര്യങ്ങളങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ അങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. ഫുഡ് കുക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കണം. ആദ്യം തന്നെ നമുക്കത് നോക്കാം. സ്റ്റോൺ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യത്തിന് സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റായി. ഇനി അടുത്തത് വേറൊന്നുണ്ട്, ഫാസ്റ്റായിട്ട് കുക്കാവുന്നതിൽ. അപ്പോൾ നമുക്ക് 2 വേണം. അപ്പോൾ ഒന്ന് നമുക്ക് അതും ഉണ്ടാക്കാം. വുഡ് കയ്യിലുള്ളത് കൊണ്ട് ഓക്കെ, അതും സെറ്റായി. അപ്പം അത് 2 ഇനി നമുക്ക് ടോർച്ച് വേണം. ടോർച്ച് മൈൻ ചെയ്യുമ്പോൾ ഓക്കെ, 2 ടോർച്ചേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇനി 2 അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, മറ്റേത് സ്റ്റോറിലൊക്കെ ഇൻവെൻട്രിയിലൊക്കെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ക്യാൻസലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം കോൾ വെക്കാം. ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, അത് സെറ്റ്. അപ്പം മറ്റേത് പോയിട്ടുണ്ട്, അത് ഉണ്ടാക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് വുഡ് എടുക്കാം. കുറച്ചുകൂടി വുഡിൻ്റെ ആവശ്യം വരും നമുക്ക്. അപ്പം ആവശ്യത്തിനുള്ള വുഡ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വീട് വെക്കാൻ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചിലപ്പോൾ വെക്കാൻ ചാൻസ് ഉണ്ട്. അഥവാ ഒരു വില്ലേജ് കിട്ടിയ വില്ലേജിൻ്റെ അടുത്തായിട്ട് വെക്കാനാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ നമുക്ക് കുറേ പരിപാടികളുണ്ട്, അയൺ ഫാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ സീരിയസ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് നെതർലാൻഡിൽ പോകണം, എൻ്റർപോർട്ടിൽ പോകണം, എല്ലായിടത്തും പോകണം, ഡ്രാഗനൊക്കെ കൊല്ലണം. അപ്പോൾ നമുക്ക് അതൊക്കെ വരുന്ന അടുത്തടുത്ത അപ്കമിങ് സീരീസുകളിലായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആദ്യം തന്നെ മറ്റേ വുഡ് മാറ്റി ഇതാക്കണം. ഓക്കെ, അത് സെറ്റായി. അത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അപ്പം അത്രയും വേണ്ടായിരുന്നു. അപ്പം അത് മതിയാവും. ഇനി നമുക്ക് വുഡ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുക്ക് ചെയ്യുന്ന സാധനം വിട്ടുപോയിരുന്നു, അതൊന്ന് മാറ്റി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയതായിരുന്നു, ബട്ട് അത് പോയതാണെന്ന് തോന്നുന്നു. അത് ഉണ്ടാക്കാൻ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് അതുകൂടി ഉണ്ടാക്കാം. ഓക്കെ, അത് സെറ്റായി. അപ്പം ഇനി എന്താണ് ആവശ്യം? ഇനി ടോർച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ടോർച്ചിന് ഇനിയും സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അത് പിന്നെ ചെയ്യാം. അപ്പം നമുക്ക് ഇനി അതിവിടെ പ്ലേസ് ചെയ്യാം. അത്
അത്യാവശ്യം ആണ് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒന്നിനെ മെൽറ്റ് ചെയ്യാൻ ഇതിൽ നടക്കത്തില്ല, മെൽറ്റ് ചെയ്യാൻ നമുക്ക് അത് തന്നെ വേണം. അപ്പോൾ കോപ്പർ മെൽറ്റ് ചെയ്താലേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ ആർമേഴ്സ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കോപ്പർ ഇത് ചെയ്യാം. അപ്പോൾ കോൾ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് വുഡ് വെച്ചാണ് ചെയ്തത്. അപ്പം ഇത് നമുക്കിനി മൈൻ ചെയ്യണം. അപ്പോൾ മൈൻ ചെയ്യാനുള്ള ഒരു കേവ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ ഒരു കേവ് കാണുന്നുണ്ട്. വലിയ കേവ്, അത്യാവശ്യം വലിയ കേവാണ്. ഓക്കെ, കറക്റ്റ് വെള്ളത്തിലേക്ക് ചാടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതിന് മുന്നേ ഞാൻ ചാടിയത് നേരെ അപ്പുറത്തേക്കായിരുന്നു, അവിടെ ഡെഡായിരുന്നു ചെറുതായിട്ട്. ഓക്കെ, ഇവിടെ അയണുണ്ട്, കോപ്പറുണ്ട്. ഓക്കെ, അയൺ മൈൻ ചെയ്യാം. അയൺ കുറവാണ്, വലിയ തുടക്കമില്ല, ചെറിയൊരു നാശത്തിലേക്കാണ് ആദ്യം തന്നെ ചാടിയത്, ചത്തത്. അപ്പം ആവശ്യത്തിനുള്ളത് നമുക്ക് ഇവിടെ എടുക്കാം. സ്റ്റോണ് നമുക്കിനി ആവശ്യമില്ല, സ്റ്റോൺ കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി അയണും കോപ്പറും ഗോൾഡും ഒക്കെയാണ് വേണ്ടത്. അപ്പം ഇനി ഗോൾഡ് കിട്ടാൻ, ഗോൾഡും ഡയമണ്ടൊക്കെ നമ്മളിനി ഒരുപാട് മൈൻ ചെയ്ത് പോകേണ്ടി വരും. ആവശ്യത്തിനുള്ള ഗോൾഡ് കിട്ടിയിട്ടുണ്ട്, ഗോൾഡല്ല അയൺ. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് കോളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെടുക്കാം. നമുക്കൊന്ന് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇവിടെ സോംബീസ് ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ടോർച്ചൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇവിടെ സൗണ്ട് കേൾക്കാം. അപ്പം ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗെയിമിലുള്ള വോയിസ് കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പം അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് വോയിസ് ഗെയിം റെക്കോർഡ് ചെയ്യുന്നവരെ തന്നെ കൊടുക്കാം. ഇത് ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, അപ്പോൾ സോംബീസ് ഒരുപാടുണ്ട് അവിടെ, നമ്മൾ വിചാരിച്ചാൽ അതിൽ നടക്കത്തില്ല. നമ്മുടെ ആർമറും കയ്യിലില്ല, അപ്പോൾ നല്ല രീതിക്ക് ഡാമേജ് അടിക്കും. ഓക്കെ, അവരിങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, 2 പേരുണ്ട്, രണ്ടല്ല, ഒരുപാട് പേരുണ്ടല്ലേ. അവരൊക്കെ താഴേക്ക് വീണു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് കയറാം. ഇനി ഇവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇല്ലാന്ന് തോന്നുന്നു, ആർമറൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ പണി കിട്ടും. നമുക്ക് ഈ വാട്ടർ യൂസ് ചെയ്ത് ഇതിൻ്റെ മേത്തിലേക്ക് കയറാം. ഗൈസ്, ഒരുവിധം ഞാനതിൻ്റെ മേത്തെ കയറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച് ഞാൻ കോപ്പറൊക്കെ യൂസ് ചെയ്ത് ഞാൻ ചെറിയൊരു ആർമർ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. അപ്പം ബാക്കി മൈനിങ്ങും അയൺ മൈനിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത സീരീസിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ. അപ്പോൾ ബാക്കി നാളെ.